അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 34ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, യുഎസിന്റെ ഔദ്യോഗിക ഭാഷയായി 2025 മാർച്ചിൽ പ്രഖ്യാപിച്ചത് ഇംഗ്ലീഷിനെയാണ്. 2025 മാർച്ചിലാണ് യുഎസിന്റെ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷിനെ പ്രഖ്യാപിച്ചത്. ഈ ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. യുഎസിന്റെ ഔദ്യോഗിക ഭാഷയായി 2025 മാർച്ചിൽ പ്രഖ്യാപിച്ചത് ഇംഗ്ലീഷാണ്. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ആണ്. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് EFIR രജിസ്റ്റർ ചെയ്തത്. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. 2025 കടമ്മനിട്ട പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ്. 2025 കടമ്മനിട്ട പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ്. 2024 കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദുമാണ്. 2024 കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ്. 2025 കടമ്മനിട്ട പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതിയുമാണ്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് KP രാമനുണ്ണിയാണ്. ഇടശ്ശേരിക്കാറ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് KP രാമനുണ്ണി. കൗമാരക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. കൗമാരക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ആണ്. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിനായി കൊല്ലം ജില്ലാ ആരോഗ്യ വകുപ്പ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് മനസ്സോടെ കൊല്ലം. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിനായി കൊല്ലം ജില്ലാ ആരോഗ്യ വകുപ്പ് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മനസ്സോടെ കൊല്ലം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദി തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളിമർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ പോളിമർ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടിയ മലയാളിയാണ് കരുൺ നായർ. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ഫൈനലിൽ മത്സരിച്ചത് കേരളവും വിദർഭയുമാണ്. വിദർഭയാണ് കിരീട ജേതാക്കളായത്. വിദർഭയ്ക്ക് വേണ്ടി ഫൈനലിൽ സെഞ്ചുറി നേടിയ മലയാളിയാണ് കരുൺ നായർ. കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി 2025 വേദി ന്യൂഡൽഹിയാണ്. കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി 2025 വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. വൈദ്യുത മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് പ്രകൃതി 2025 എന്ന സമ്മേളനം സംഘടിപ്പിച്ചത്. കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി 2025 വേദിയായത് ന്യൂഡൽഹിയാണ്. കേരളത്തിലെ സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും ഏകോപനം ലക്ഷ്യമിട്ട് ആരംഭിച്ച സാന്ത്വന പരിചരണ ഗ്രിഡാണ് കേരള കെയർ. കേരളത്തിലെ സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും
ഏകോപനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച സാന്ത്വന പരിചരണ ഗ്രിഡാണ് കേരള കെയർ. ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ RS-24 യാർഡ്സ് വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ RS-24 യാർഡ്സ് വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. കേരളത്തിലെ ആദ്യത്തെ ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസാണ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ ISO അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസാണ്. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 3 ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 3 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം എന്നതാണ്. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമായിരുന്നത് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം എന്നതാണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വന്നത് മലമ്പുഴയിലാണ്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി സ്പെയിനാണ്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി സ്പെയിനാണ്. നേരിട്ടുള്ള വിൽപ്പന മേഖല സുതാര്യവും ഉപഭോക്തൃ സൗഹൃദവുമാക്കുന്നതിനായി ഡയറക്റ്റ് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. നേരിട്ടുള്ള വിൽപ്പന മേഖല സുതാര്യവും ഉപഭോക്തൃ സൗഹൃദവുമാക്കുന്നതിനായി ഡയറക്റ്റ് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരള പോലീസിന്റെ കമ്പ്യൂട്ടറുകളുടെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും സൈബർ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ പുരസ്കാരം നേടിയ വിമാനത്താവളം ഗോവയിലെ മോപ്പ വിമാനത്താവളമാണ്. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം അല്ലെങ്കിൽ ഗോൾഡൻ ട്രോഫി നേടിയ വിമാനത്താവളം ഗോവയിലെ മോപ്പ വിമാനത്താവളമാണ്. ഈ വിമാനത്താവളത്തിന്റെ മറ്റൊരു പേരാണ് മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സേഫ്റ്റി അവാർഡുകളിൽ സർവശ്രേഷ്ഠ സുരക്ഷാ പുരസ്കാരം നേടിയ വിമാനത്താവളം ഗോവയിലെ മോപ്പ വിമാനത്താവളമാണ്. രഞ്ജി ട്രോഫിയുടെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം വിദർഭയുടെ ഹർഷ് ദുബൈയാണ്. രഞ്ജി ട്രോഫിയുടെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം വിദർഭയുടെ ഹർഷ് ദുബൈയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിൽ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റർ ഋഷഭ് പന്താണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിൽ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്താണ്. ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉരുക്കുപാലം നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്.
ഇന്ത്യ UK വ്യാപാര ബന്ധത്തിനു നൽകിയ സേവനങ്ങൾ മുൻനിർത്തി 2025 UK ഓണററി നൈറ്റ്ഹുഡ് ദി മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ ബഹുമതിക്ക് അർഹനായ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് N ചന്ദ്രശേഖരൻ. ഇന്ത്യ UK ബന്ധത്തിനു നൽകിയ സേവനങ്ങൾ മുൻനിർത്തി 2025 UK ഓണററി നൈറ്റ്ഹുഡ് ദി മോസ്റ്റ് എക്സലന്റ് ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ ബഹുമതിക്ക് അർഹനായ ടാറ്റ ഗ്രൂപ്പ് ചെയർമാനാണ് N ചന്ദ്രശേഖരൻ.